കേരള പാഠാവലിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നീളുമീ യാത്രതൻ വിസ്മയങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം തന്നത് കാണാം. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ദൃശ്യഭംഗി വിവരിക്കുക. അപ്പം മറ്റേതെങ്കിലും ഒരു ചിത്രമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ വന്നേക്കാം. തീർച്ചയായും വരുന്നല്ല പറയുന്നത്, ഒരു പക്ഷേ ഇങ്ങനെയുള്ള ദൃശ്യം തന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ദൃശ്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല കുറേ കാര്യങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ദൃശ്യത്തിൽ കാണുന്ന ഇതിൽ കുറേ ആന അങ്ങനെ ഓരോന്ന് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തരുന്ന ചിത്രം നോക്കിയതിന് ശേഷം ആ ദൃശ്യ ഭംഗീനെ പറ്റിയിട്ട് വിവരിച്ചെഴുതണം. ഇതൊരു എങ്ങനെയുള്ള പ്രദേശമാണ്, വെള്ളമുണ്ട്, കാട് കാണാം, ആനയും പുലിയും സിംഹമൊക്കെ എവിടെയാണ് ഉണ്ടാകുക, ഒരു വനത്തിൻ്റെ ഒരു അന്തരീക്ഷം അല്ലേ. പിന്നെ നല്ല ദൃശ്യ ഭംഗിയുള്ളതാണ്, ഇതിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ചിത്രം. അപ്പോൾ നിങ്ങൾ കിട്ടുന്നത് നോക്കിയതിന് ശേഷം നന്നായി ചിന്തിച്ചിട്ട് ഉത്തരം എഴുതണം. അതുപോലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഒരു യാത്രാനുഭവങ്ങളാണ് അല്ലേ. യാത്രയിൽ കണ്ട എഴുത്തുകാരൻ എൻ എ നസീർ എന്ന് പറയുന്ന എഴുത്തുകാരന് യാത്രാ വിവരണത്തിൽ കൂടെ നിങ്ങൾക്ക് തരുന്ന നല്ലൊരു യാത്ര പോയ ഒരു അനുഭവം നമുക്ക് ഈ പാഠം കഴിയുമ്പോഴേക്കും മനസ്സിലുണ്ടാവില്ലേ. ഒരുപാട് ഈ ചാപ്റ്ററിൽ പറയുന്നത്, പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകളാണ്. പൂമ്പാറ്റകളെ പറ്റിയിട്ടുള്ള ഒരു അത്ഭുത ലോകം തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ ഇതിലെന്തൊക്കെ പറയുന്നുണ്ട്, മഴക്കാടിനെ പറ്റിയിട്ടും സ്വർണ്ണക്കീറ് ഇലച്ചാർത്തുകൾക്ക് ഇടുന്ന അങ്ങനെയൊക്കെ പറയുന്ന നല്ല മനസ്സിലേക്ക് നല്ല നല്ല ചിന്തകൾ കൊടുക്കുന്ന രീതിയിലാണ് എഴുത്തുകാരന് ഈ ഒരു പാഠം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപും ഈ ചാപ്റ്ററൊക്കെ വായിച്ചിട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അപ്പം കൂടുതലായിട്ട് വരിക ഒന്നുകിൽ യാത്രാ വിവരണം എഴുതാനൊക്കെയാണ് വരിക. നിങ്ങൾ മുമ്പ് പോയിട്ടുള്ള ഒരു യാത്രയെ പറ്റിയിട്ട് അനുഭവം എഴുതാനൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ടോ. കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് കൂടുതലും പുറത്തുനിന്നാണ് താരതമ്യം ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിലുള്ളതിനെ ഒന്ന് വായിക്കുന്നതോടൊപ്പം പുറത്തുനിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരിക. താരതമ്യം ചെയ്യാൻ വേണ്ടി അതുപോലെ 2 ചാപ്റ്റർ തരും. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ, അട്ടപ്പാടി എന്നീ യാത്രാ വിവരണങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ ഇതിൽ കാണാം. അങ്ങനെ താരതമ്യ കുറിപ്പ് അല്ലേ. അതേപോലെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്നുകിൽ ഒരു പദ്യമോ അല്ലെങ്കിൽ ഒരു കഥയൊക്കെ തരുന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും. ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി അത് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ എഴുതുക. ഇനി അതുപോലെ നക്ഷത്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കാണാം. അപ്പോൾ അതിന് ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് നോക്കാം നമുക്ക്. അതുപോലെ ഒരു കഥ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രം എന്ന കഥയിലെ കുട്ടിയുടെ സ്വപ്നയാത്ര വായിച്ചല്ലോ. നിങ്ങൾക്കും സങ്കല്പയാത്രകൾ നടത്താം. നിങ്ങളുടെ സങ്കല്പയാത്ര കഥയായി എഴുതുക. അതുപോലെ കുറിപ്പ് തയ്യാറാക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. എന്നും ഈ യാത്ര എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതിലെല്ലാം ഇതുവരെ എടുത്ത 3 ചാപ്റ്റർ ആയാലും എല്ലാത്തിലും യാത്രകളെ കുറിച്ചാണ് എല്ലാത്തിലും ഊന്നൽ നൽകിയിട്ടുള്ളത് അല്ലേ. അതേപോലെ ഇതിൽ കാണാം, വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം 2 കവിതകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ 2 കാവ്യഭാഗങ്ങളിലും ആവിഷ്കരിച്ചിരിക്കുന്ന ആശയതലം വിശകലന കുറിപ്പ് തയ്യാറാക്കുക. അപ്പം മറ്റേതെങ്കിലും 2 കവിതകൾ തന്നിട്ട് താരതമ്യ കുറിപ്പ് തയ്യാറാക്കാൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് വരാൻ ചാൻസ് ഉള്ളതാണ് കാവ്യനർത്തകി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കാണാം. കാവ്യനർത്തകി എന്താണ് വരാൻ നോക്കുക നമ്മൾ.
പിന്നെ വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം. ആസ്വാദനക്കുറിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ നല്ല വൃത്തിയിൽ കള്ളിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ പിന്നെ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാം നിങ്ങൾ കഴിഞ്ഞല്ലോ, അതായത് മലയാളം പിന്നെ അടിസ്ഥാന പാഠാവലി. അതിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു പിന്നെ എന്താ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആസ്വാദനക്കുറിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്ന ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് എഴുതാൻ വന്നിട്ടുണ്ട്. ഉപന്യാസം, നിവേദനം, ശൈലി, കാർട്ടൂൺ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. ഇതിനെയും കാണുമെന്ന് വിശ്വസിക്കുന്നു.